നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23 തിങ്കളാഴ്ചയാണ്. ഇറാനെതിരായ US ആക്രമണം തന്നെയാണ് ഈ വീക്കെൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. ഇതിൽ തന്നെ ആദ്യത്തെ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം, ക്രൂഡ് ഓയിൽ പ്രൈസുകൾക്ക് തന്നെയായിരിക്കും. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $77.46 പെർ ബാരൽ എന്ന നിലയിൽ 2.62% നേട്ടത്തിലാണ്. WTI ഉള്ളത് $75.92 പെർ ബാരൽ എന്ന നിലയിൽ 2.82% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ക്രൂഡ് ഓയിലിന്റെ 88% ഇറക്കുമതി ചെയ്യുകയാണ്. കൂടുതലും പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെയാണ്. ഹോർമസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെ തന്നെയാണ് ബാധിക്കുക. ആഗോള എണ്ണ വിതരണത്തിന്റെ 20%-ലധികം കൈകാര്യം ചെയ്യുന്ന സുപ്രധാന എണ്ണപാതയാണ് ഹോർമസ് കടലിടുക്ക്. ഇതിപ്പോൾ അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. ഏതായാലും എണ്ണവില ഉയരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അത്തരത്തിൽ എണ്ണവിലയൊക്കെ ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയെന്നും വരാം. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിയാക്ഷനിലേക്ക് വന്നാൽ, ഏതായാലും ഗ്ലോബൽ ടെൻഷനുകളും എണ്ണവിലയിലുണ്ടായ വർധനവും കാരണം ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ 0.5 മുതൽ 1% നഷ്ടത്തിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. S&P 500 0.40% ഇടിവിലും ഡൗ ജോൺസും 0.41% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ, വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടായിരുന്നു. ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ UK മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ടെൻഷനുകൾ കാരണം ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ, ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ടെൻഷനുകൾ കാരണം ഒരു ഇടിവിലേക്ക് പോയിരിക്കുന്നത് ബിറ്റ്കോയിൻ തന്നെയാണ്. $1,00,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1.38% ഇടിവിലാണുള്ളത്. ഇനി ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ചെറിയ നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 73,880 രൂപയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റ് മുതൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് മുഖ്യമായ വാർത്തകളിലേക്ക്. പുതിയ പ്ലാനുകളും താങ്ങാനാവുന്ന മോഡലുകളുമായി ഇലക്ട്രോണിക് വാഹന വിപണിയിലെ ലീഡ് വീണ്ടെടുക്കാൻ ടാറ്റ മോട്ടോഴ്സ് ഒരുങ്ങുന്നു. ഇലക്ട്രോണിക് കാർ വിപണിയിൽ നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാൻ ടാറ്റ മോട്ടോഴ്സ് വലിയ നീക്കങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇലക്ട്രോണിക് കാർ ബിസിനസ്സും സാധാരണ കാർ ബിസിനസ്സും സംയോജിപ്പിക്കും. ഇലക്ട്രോണിക് കാർ ഡ്രൈവിംഗ് ശ്രേണി 60% വർദ്ധിപ്പിക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നു. അതായത് ഒറ്റ ചാർജിൽ തന്നെ കൂടുതൽ സമയം ഓടാൻ കഴിയും. പെട്രോൾ ഡീസൽ കാറുകളിലുള്ള ആ ഒരു വിലക്കുറവ് പോലെ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളിലും ഒരു വിലക്കുറവ് ഉണ്ടാക്കാൻ ടാറ്റ മോട്ടോഴ്സ് പദ്ധതി ഇടുന്നുണ്ട്. 2025 മെയ് മാസത്തോടെ ടാറ്റ ഇലക്ട്രോണിക് വാഹന വിപണി വിഹിതം 35% കുറഞ്ഞിരുന്നു. വരും വർഷങ്ങളിൽ ഇലക്ട്രോണിക് വാഹനത്തിൽ 50% വിപണി വിഹിതം തിരികെ നേടുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം HAL എന്ന കമ്പനിയാണ്. ISROയിൽ നിന്ന് SSLV റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് പുതിയ ഒരു ഓർഡർ ലഭിച്ചു. 511 കോടി രൂപയുടെ വലിയൊരു ഓർഡറാണ് ലഭിച്ചത്. അടുത്ത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ബെല്ലിന് 585 കോടി രൂപയുടെ പുതിയ പ്രതിരോധ ഓർഡർ ലഭിച്ചു. ജൂൺ മാസത്തിലും ബെല്ലിന് ശക്തമായിട്ടുള്ള ഓർഡർ ഫ്ലോ തന്നെയാണുള്ളത് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ന് ഇന്ത്യൻ IT കമ്പനികൾ ഫോക്കസിൽ ഉണ്ടായിരിക്കും. കാരണം ആക്സെഞ്ചറിന്റെ റിസൾട്ട് വെള്ളിയാഴ്ചയാണ് പുറത്തു വന്നത്. ആക്സെഞ്ചർ ഏർണിങ്സിനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. ആക്സെഞ്ചർ അതിന്റെ മുഴുവൻ വർഷത്തെ വരുമാനം 6%-നും 7%-നും ഇടയിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻപ് അത് 5%. പുതിയ ക്ലയന്റ് ഓർഡറുകളിൽ 6%-ന്റെ ഇടിവുണ്ടായി. എന്നിരുന്നാലും ജനറിക് AI പ്രൊജക്റ്റുകൾക്കുള്ള ബുക്കിംഗുകൾ $1.5 ബില്യൺ ഈ ഒരു വാർത്ത കാരണം ഇന്ന് പ്രധാനപ്പെട്ടതായി ഫോക്കസിൽ നമ്മൾ വെക്കേണ്ടത് TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ തുടങ്ങിയ കമ്പനികൾ തന്നെയാണ്. മറ്റൊരു കമ്പനി വാരി റിന്യൂവബിൾ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് നിലവിലെ സോളാർ EPC ഓർഡറുകളിലൊന്നിൽ 246.12 കോടി രൂപയുടെ വർധനവ് ലഭിച്ചു. ഇതോടെ പദ്ധതിയുടെ ആകെ മൂല്യം 1480.40 കോടി രൂപയായി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ബയോകോൺ, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയവയാണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓൺലൈൻ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെഗുലർ ബാച്ചിന് പുറമെ
ഒരു വീക്കെൻഡ് ബാച്ച് കൂടി ആരംഭിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ വിദേശത്തൊക്കെയുള്ള ധാരാളം സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീക്കെൻഡ് ബാച്ച് പ്രത്യേകമായി ആരംഭിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ഏകദേശം 2 മണി മുതലൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഈ കോഴ്സിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് കൂടാതെ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകൾ, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ട്രേഡിംഗ് സൈക്കോളജി അടക്കമുള്ള ധാരാളം കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. എങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വെള്ളിയാഴ്ച ബൈ ചെയ്ത് 7,941 കോടി രൂപയ്ക്കായിരുന്നു. DIS സെല്ല് ചെയ്ത് 3,050 കോടി രൂപയ്ക്കും. വെള്ളിയാഴ്ചത്തെ FISന്റെ ശക്തമായിട്ടുള്ള ബൈയിങ് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.60% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.34% ഇടിവിലും ഹോങ്കോങ് മാർക്കറ്റ് 0.84% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. വലിയ ഇടിവിലുള്ളത് ഇപ്പോൾ തായ്വാൻ മാർക്കറ്റാണ് 2% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 0.67% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,994 എന്ന നിലയിൽ 135 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 110 മുതൽ 115 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. ഇന്ന് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 25,112 1.29% അഥവാ 319 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഒരു കൺസോൾട്ടേഷനിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. അതിനുശേഷം നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി കംഫർട്ടബിൾ ആയിട്ട് 25,200 മുകളിലായിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സോണിൽ നിന്ന് നിഫ്റ്റി പലതവണ റിവേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. മെയ് മാസത്തിൽ ഫസ്റ്റ് വീക്കിലും അതുകൂടാതെ മെയ് മാസം അവസാനവും ജൂൺ മാസം സെക്കൻഡ് വീക്കും എല്ലാം ഈ ഒരു സോണിൽ നിന്ന് നിഫ്റ്റി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,200 മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ആ ഒരു അപ്പ് മൂവിന് മുന്നേ ആയി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഒരു കൺസോൾട്ടേഷനിലായിരുന്നു. കൂടാതെ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ കൂടി വെള്ളിയാഴ്ച ബ്രേക്ക് ചെയ്തത് പോസിറ്റീവായി തന്നെ കാണാം. പക്ഷേ എന്നിരുന്നാലും യുദ്ധത്തിൻ്റെതായ വലിയ ടെൻഷനുകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്ര സേഫാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിഫ്റ്റി ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ഷോർട്ട് ടേം മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഫാക്ടറുകളാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000, അതിനുശേഷം 25,500 സ്ട്രൈക്ക്, അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,800 സ്ട്രൈക്ക്, അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500-ലും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 25,100 സ്ട്രൈക്കിൽ 389% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 23% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,050 സ്ട്രൈക്കിൽ 1,430% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 176% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,150 സ്ട്രൈക്കിൽ 605% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 73% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ഇനി അപ്സൈഡിൽ നമ്മൾ പറഞ്ഞു 25,200 മുകളിലായിട്ടൊരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് 25,500 ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം 25,000-ഉം പിന്നീട് 25,800 മുതൽ 850 വരെയുള്ള സോണുമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,215-ൽ 1.15% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസും വെള്ളിയാഴ്ചയാണ് ബ്രേക്ക് ചെയ്തത്. 4-5 ദിവസമായി ഒരു കൺസോൾട്ടേഷനിലൂടെയാണ് ബാങ്ക് നിഫ്റ്റി കടന്നുപോയത്. ബാങ്ക് നിഫ്റ്റി 56,000 ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് അപ്സൈഡിൽ 56,700 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 56,000 തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 56,000-ഉമാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.